ഹായ്, നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി വെക്കാം. അതിന് ചിക്കൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള സവാളയൊക്കെ എടുത്ത് എല്ലാം ഞാൻ അരിഞ്ഞ് വെച്ച്. ഇത് നമ്മൾ പച്ചമസാല ചതക്കാൻ പോണേണേ. വറുക്കാനുള്ള ചിക്കനാണ്. ഇതെല്ലാം നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കുന്നത്. പച്ചമസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, പച്ചമസാല എല്ലാം പുരട്ടി നമ്മളതവിടെ വെച്ചേക്കുക. ഇനി അത് നമ്മൾ ഈ ചിക്കനെല്ലാം വറുത്തെടുക്കും. വറുത്തിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്യണത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മളെപ്പോഴും പച്ചക്കൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഓയിലാണ് കേട്ടോ ഞാൻ വറുക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണല്ലോ. അപ്പോൾ ഇന്ന് ഓയിലാണ് ചിക്കൻ വറുക്കുന്നത്. കറി നമ്മൾ വെളിച്ചെണ്ണയിൽ വെക്കും. കുറച്ച് ചക്കക്കുരു ഇട്ടിട്ടുണ്ടേ, അതും കൂടി നമുക്ക് ആ ചിക്കനിൽ ഇട്ടുള്ളത്. ചിക്കനൊക്കെ ഞാൻ വറുത്ത് കോരിയിട്ടാണ്. ഇനി ആ എണ്ണയിൽ തന്നെ ഇച്ചിരി എണ്ണയുള്ളൂ, ബാക്കി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്തിട്ട് സവാള വാട്ടി പച്ചമസാല ചതച്ച് വെച്ചിട്ട് ഇട്ടു. പച്ചമസാലയുടെ പച്ച മണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഗരം മസാലപ്പൊടി എല്ലാം ഇട്ട് നമ്മളത് നന്നായിട്ട് വഴറ്റും. കണ്ടോ, നന്നായിട്ട് വഴന്ന് പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലോട്ടിടും. കണ്ടോ, ഇനി ആ പാത്രം ഒന്നിച്ചിരി വെള്ളം ഒഴിച്ച് മേക്കി നമ്മൾ അതും കൂടി അതിലോട്ട് ഒഴിച്ച്. നല്ല ടേസ്റ്റ്. എപ്പോഴും നമ്മൾ പച്ചക്കാണല്ലോ വെക്കുന്നത്. ഒരു വെറൈറ്റിക്ക് നമുക്ക് വറുത്തിട്ടും വെക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആ ശകലം ചക്കക്കുരു ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നന്നാക്കി ഇട്ടു. 2 തക്കാളി അരിഞ്ഞിട്ട് ഇനി അതിനകത്തോട്ട് മല്ലിച്ചീരയും വേപ്പിലയും ഇട്ട് ആ ചക്കക്കുരു വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും. വെള്ളമൊക്കെ വറ്റി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ പച്ചക്കല്ലേ ചിക്കൻ കറി വെക്കുന്നത്. ഒന്ന് വറുത്തിട്ടൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണവരുണ്ടാവും. എന്നാലും ഒന്ന് എൻ്റെ കൂട്ടാണിത്. ഇതുപോലെ ഒന്ന് ചെയ്തൊക്കെ നോക്ക്. നല്ല സൂപ്പറാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും കഴിക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും.